കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യുദ്ധായുധങ്ങളെക്കാൾ ജ്ഞാനം നല്ലത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അപ്പോൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിത ശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് സ്തോത്രം ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: യുദ്ധായുധങ്ങളെക്കാൾ ജ്ഞാനം നല്ലത്. പലപ്പോഴും പലർക്കും ക്രൈസ്തവരോ പലവിധമാകുന്ന പ്രവൃത്തികളെ നമുക്ക് വെളിപ്പെടുന്നുണ്ട് അല്ലേ. പലതരത്തിലുള്ള പ്രവൃത്തികൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ പല പ്രവൃത്തികളും യുദ്ധങ്ങളെ പോലെ പലതും ചെയ്യുമ്പോൾ പോലും അത് നിഷ്ഫലമായി പോകുന്ന മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യുദ്ധം പോലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ജ്ഞാനത്തോടെ വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറായെങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധായുധങ്ങളെക്കാൾ ജ്ഞാനം നല്ലത്. സ്തോത്രം. അപ്പം ജ്ഞാനത്തോടെ നമ്മൾ പ്രവർത്തിച്ചാൽ ആ ജ്ഞാനം നമുക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. അതുപോലെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഒറ്റ പാപിയാണ്, പക്ഷെ വളരെ നന്മ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളയും. എന്താ വാക്കിൻ്റെ അർത്ഥം? പലപ്പോഴും നമുക്കറിയാം അധ്യായം കഴിഞ്ഞ് 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് പറയുന്നുണ്ട് അല്ലേ, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. ഒരു ചെറിയ വിഷയം. പ്രൈസലോ ഗലാത്യലേഖനം 5:9 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? കേടാക്കുന്നു, നശിപ്പിക്കുന്നു. ഒരൊറ്റ പാപി വളരെ നന്മയെ നശിപ്പിച്ചു കളയും. നമുക്കറിയാം, ഒരു കപ്പൽ തകരാൻ യോനയൊന്നൊരു പിന്മാറ്റക്കാരൻ മതിയായിരുന്നു. സ്തോത്രം അല്ലേ. ഒരു സഭ തകരാനോ ഒരു കുടുംബം തകരാനോ ഒരു ആത്മീക തലം തകരാനോ ഒരാൾ മതി, കൂടുതലൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. വിവേകത്തോടെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ സ്തോത്ര നന്മകളെ നശിപ്പിച്ച് കളയുന്ന പാപികളെ നമുക്ക് ഒഴിവാക്കുവാൻ തക്കവണ്ണം കഴിയും. അതാണ് യാഥാർത്ഥ്യം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ആയിരങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനകരമായി മാറുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.